നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി അങ്ങേയറ്റത്തെ അനിവാര്യതയായി കോൺഗ്രസിന് മാറിയിരിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഉച്ചയ്ക്ക് പുറത്തു വരുന്നത്. മുതിർന്ന നേതാക്കൾ മാത്രമല്ല, വനിതാ നേതാക്കളടക്കം രാജി ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ രാജി പ്രഖ്യാപനം എപ്പോഴത്തേക്കുണ്ടാകും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി നേതാക്കൾ ഒറ്റക്കെട്ട്. രാജി വേണമെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും. സമ്മർദ്ദം ശക്തമാക്കി വനിതാ നേതാക്കളും. രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നതിൽ നിയമോപദേശം തേടാൻ കോൺഗ്രസ്. രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കിയേക്കും. വൈകിട്ടോടെ തീരുമാനമുണ്ടാകുമെന്ന് സൂചന. പോലീസിലും രക്ഷയില്ല. IPS ഉദ്യോഗസ്ഥൻ മോശം പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ അയച്ചതായി വനിതാ SIമാരുടെ പരാതി. അജിതാ ബീഗത്തിന് പരാതി നൽകി SIമാർ. പരാതി SP മെറിൻ ജോസഫ് അന്വേഷിക്കും. DGP ഉത്തരവിറക്കി. ഉത്തരേന്ത്യയിൽ പലയിടത്തും മഴക്കെടുതി രൂക്ഷം. ജാർഖണ്ഡിൽ 24 മണിക്കൂറിൽ മരിച്ചത് 5 പേർ. ജമ്മു കശ്മീരിൽ ഓറഞ്ച് അലർട്ട്. രാജസ്ഥാനിലും ഒഡീഷയിലും ശക്തമായ മഴ തുടരുന്നു. ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. സ്ഥിരം VC നിയമനത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ നിയമനത്തിനുള്ള വിജ്ഞാപനമിറക്കി. സെപ്റ്റംബർ 19 വരെ അപേക്ഷിക്കാം. സർക്കാർ തുടർ നടപടി സ്വീകരിച്ചത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന ഇന്ത്യ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയം. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലെന്ന് DRDO. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള നിർണായക പരീക്ഷണം പൂർണ്ണം. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ചേതേശ്വർ പൂജാര ഇന്ത്യയ്ക്കായി 103 ടെസ്റ്റും 5 ഏകദിന മത്സരങ്ങളും കളിച്ചു. വിരമിക്കൽ പ്രഖ്യാപിച്ചത് എക്സ് പോസ്റ്റിലൂടെ. റിപ്പോർട്ടുകളിലേക്കാണ്. MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മർദ്ദമേറുകയാണ്. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. MLA സ്ഥാനം രാജിവെക്കണമെന്ന ചെന്നിത്തലയും പാർട്ടി മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് K മുരളീധരനും പറഞ്ഞു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് KPCC. അല്ല, അതിൽ പാർട്ടി ഒരു നയം സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ ഈ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ, ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പാർട്ടിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെയുണ്ടായ ആരോപണങ്ങൾ വേറെ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ആരോപണങ്ങൾ നേരിട്ടവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. രാഹുലിനെതിരെ കേസ് എടുക്കേണ്ടത് പോലീസാണെന്നും K കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു. രാജി ആവശ്യപ്പെടുന്നതല്ല, അല്ലെങ്കിൽ പുറത്താക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, അത് ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഒരു കടപ്പാടില്ലേ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക്. അത് ചെയ്യണം, അത് പാർട്ടിയും ഇത് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ്. ഇത് ഇത്രയും ഇന്നലെ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടല്ലോ ഫോണിൽ, ഇതൊക്കെ കണ്ടിട്ട് ഇനി അത് ചെയ്യാന്ന് പറഞ്ഞത് ഒരു വളരെ നാണക്കേട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുണ്ടായ ക്യാൻസർ എന്നാണ് PV അൻവറിന്റെ പ്രതികരണം. അത് മുറിച്ചു മാറ്റാനുള്ള ആർജവം നേതൃത്വം കാണിക്കണം. വോട്ട് ചോർച്ച ചർച്ചയാകേണ്ട സമയത്താണ് ഡേർട്ടി പൊളിറ്റിക്സിൽ കറങ്ങുന്നത്. എന്തിനാണ് ഈ ക്യാൻസർ പേറുന്നത്? രാജിവെക്കണമെന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നു പറയണം. പരാതിയുള്ളവർ തന്നെയും സമീപിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവാണ് 2 സ്ത്രീകളുടെ പരാതിയുമായി ബന്ധപ്പെട്ടതെന്നും അൻവർ മലപ്പുറത്ത് പറഞ്ഞു. 1, 2, 3, 4, 5, 6 എന്താ പറയുക, സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട്. അത് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കണം. നമുക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക? ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം മുറിച്ചു കളയും. എന്തിനാണ്? ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ്. അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി
ഇന്ന് കോൺഗ്രസിനുണ്ടായ ഈ ക്യാൻസർ ആണെങ്കിൽ അത് മുറിച്ചു കളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ മറവിൽ കോഴിക്കോട് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേരളത്തിൽ പുതിയ കാര്യമല്ല. സംഭവത്തിൽ ഷാഫിക്കെതിരെ തിരിഞ്ഞാൽ കളി തീക്കളിയാകുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. വനിതാ നേതാക്കളും രാഹുലിന്റെ രാജി ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ എന്ന ഉമാ തോമസ് MLA. രാഹുൽ ഇങ്ങനെ എന്ന് അറിഞ്ഞപ്പോൾ ഷോക്കായിപ്പോയി. തെറ്റുകാരനല്ലെങ്കിൽ കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഉമാ തോമസ് ചോദിച്ചു. എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങൾ എന്താണെന്നുള്ളതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് പത്രസമ്മേളനം നടത്താൻ പോകുന്നു, സീറ്റ് ഇടുകയും അത് മാറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് എന്താണെന്ന് തന്നെ അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് തീർച്ചയായിട്ടും രാജിവെക്കണം. ഇത് ജനങ്ങൾ ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം അത് മാറ്റി. പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് MLA സ്ഥാനം. MLA സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനം കൈക്കൊണ്ടുവെന്നാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP പ്രതികരിച്ചത്. ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പരാതി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രാഹുൽ രാജിവെച്ചതിൽ നിന്നും തന്നെ പാർട്ടി സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാണെന്നും ജെബി മേത്തർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായ തീരുമാനമാണ് കൃത്യമായ സമയത്തെടുത്തത്. രാഹുലും എടുത്തത് രാജിവെച്ചത് വഴി ആ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു കംപ്ലൈൻറ്റോ അത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങളോ ഒഫീഷ്യലായി ലഭിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ 24 മണിക്കൂറിനകം തന്നെ രാജി വെച്ചു എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീപക്ഷത്ത് തന്നെയാണ്. സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി തെളിവാണ്. രജിത് ചേരുകയാണ് വിശകലനങ്ങളുമായി. രജിത്, ഒരുപക്ഷെ ഏറ്റവും അടുത്ത ഈ കുറച്ചു കാലത്തിനിടയ്ക്ക് കോൺഗ്രസിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അവരുടെ ഒരു ഐക്കണായൊക്കെ അവർ പ്രതിഷ്ഠിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ ആരോപണങ്ങൾ. ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്ലാൻ എയും ബിയും സിയും ഒക്കെ തയ്യാറാക്കി നിൽക്കുകയാണ്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെയുള്ള പരാമർശങ്ങളൊക്കെയും അത് പാർട്ടിക്ക് ഏറെ ദോഷം ചെയ്യുന്നു എന്ന കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പാർട്ടിക്കുണ്ടായിട്ടുള്ള ഈ കളങ്കം രാഹുലിൻ്റെ രാജിയിലൂടെ MLA സ്ഥാനം രാജിവെക്കുന്നതിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം കൂടി പാർട്ടി നടത്തുന്നുണ്ട്. LDF അടക്കമുള്ള കക്ഷികൾ ചെയ്യാത്ത കാര്യങ്ങൾ തങ്ങൾ ചെയ്തുകൊണ്ട് കൃത്യമായ നടപടിയിലേക്ക് കടന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇമേജ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രാഹുലിന് മേൽ MLA സ്ഥാനം രാജിവെക്കുന്നതിനുള്ള സമ്മർദ്ദം ഏറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മുതിർന്ന നേതാക്കളൊക്കെയും തന്നെ ഇക്കാര്യത്തിൽ ഒരേ തീരുമാനം എടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരേ അഭിപ്രായങ്ങൾ പറയുന്നു എന്നത് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിലെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ VD സതീശനും നേരത്തെ ഈ രാജി വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റ് മുതിർന്ന നേതാക്കളൊക്കെയും ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള മുതിർന്ന വനിതാ നേതാക്കളുണ്ട്. അവരൊക്കെയും തന്നെ ഈ രാജി വേണം എന്ന ആവശ്യത്തിൽ നിൽക്കുകയാണ്. KK രമ അടക്കമുള്ളവർ ഈ ആവശ്യവുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ രാഹുലിന് മേൽ സമ്മർദ്ദം ഏറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതേ സമയത്ത് ഈ രാജിവെക്കുന്ന തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ പോലും ആണ് രാജിവെക്കാതിരിക്കാനുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ രാഹുലിനെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് ഏത് വേണം എന്നത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇനി രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന നിയമവശം കൂടി KPCC പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ പല തരത്തിൽ
ഇത്തരത്തിലാണ് ചർച്ചകൾ രാജിവെക്കണമെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ സമ്മർദ്ദമേറുന്നതിനിടയിൽ തന്നെ പലതരത്തിൽ പാർട്ടി ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം രാഹുലിനോട് രാജി ആവശ്യപ്പെടാമെന്നൊരു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇതിനോടകം തന്നെ രാഹുലിൻ്റെ രാജിയോടുകൂടി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള കളങ്കം മാറ്റാൻ കഴിയുമെന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേണം എന്ന ആവശ്യം ഇവർ എല്ലാവരും തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അത് എപ്പോൾ പാർട്ടി ആവശ്യപ്പെടും എന്ന് മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. തീർച്ചയായും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം വിഴുപ്പുകൾ അഴുക്കുകൾ ചുമക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ഒരുപക്ഷേ കോൺഗ്രസ് എത്തിയേക്കാം. എന്തായാലും INTUC യുവജന വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യപ്പെട്ട രംഗത്തെത്തിയിട്ടുണ്ട്. INTUC യങ് വർക്കേഴ്സ് കൗൺസിലിൻ്റെ തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് രാജി ആവശ്യം ഉയർന്നത്. കോൺഗ്രസിൻ്റെ മൂല്യവും ചരിത്രവും അറിയാത്തവർ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നു. പാർട്ടി ഭാരവാഹിത്വം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രിവിലേജായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും യോഗത്തിൽ ചർച്ചയായി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം ഐകകണ്ഠേനയാണ് രാജി ആവശ്യം ഉയർത്തിയത്. മുതിർന്ന നേതാക്കളിൽ നിന്നുൾപ്പെടെ വിവിധ കോണുകളിൽ നിന്ന് രാജി ആവശ്യം ശക്തമാകുമ്പോഴും അടൂരിലെ വീട്ടിൽ തുടരുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇന്നും അദ്ദേഹം തയ്യാറായില്ല. KPCCയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിന്റെ രാജി വേണമെന്നുള്ള നിലപാടെടുത്തതോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ 4 ദിവസമായി അടൂരിലെ വീട്ടിലുള്ള രാഹുൽ ഇതിനിടെ ഒരു തവണ മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലും രാഹുൽ നിശബ്ദനാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് വിലക്കുകയായിരുന്നു. നിലവിൽ അടൂരിൽ തന്നെ തുടരാനാണ് പാലക്കാട് MLAയുടെ തീരുമാനം. പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന ആശങ്കയാണ് ഇതിന് പിന്നിൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക KPCC നേതൃത്വത്തിലുമുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശരിക്കും ചങ്ങലയ്ക്കും ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് തോന്നിപ്പോകുന്ന ഒരു റിപ്പോർട്ടാണ് അടുത്തത്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി വനിതാ SIമാർ മോശം പരാമർശങ്ങൾ നടത്തിയ സന്ദേശം അയച്ചതിന് DG അജിത ബീഗത്തിനാണ് 2 വനിതാ SIമാർ പരാതി നൽകിയത്. DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SP മെറിൻ ജോസഫിനെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചു. തലസ്ഥാനത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെയാണ് മോശം പരാമർശമടങ്ങിയ സന്ദേശങ്ങൾ അയച്ചതായി ചൂണ്ടിക്കാട്ടി 2 വനിതാ SIമാർ DIG അജിത ബീഗത്തിന് പരാതി നൽകിയത്. തെക്കൻ ജില്ലയിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നപ്പോൾ സന്ദേശം അയച്ചു എന്നാണ് പരാതി. തിരുവനന്തപുരത്ത് സുപ്രധാന പദവിയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ജോലി നോക്കുന്നത്. നേരത്തെ ക്രമസമാധാന ചുമതലയടക്കം ഇദ്ദേഹം വഹിച്ചിരുന്നു. പരാതിക്കൊപ്പം സന്ദേശങ്ങളുടെ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ SIമാരിൽ നിന്നും മൊഴിയെടുത്ത DIG ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന പോഷ് ആക്ട് പ്രകാരം അന്വേഷണം വേണമെന്ന് DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് SP മെറിൻ ജോസഫിനെ DGP അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ IPS ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VCമാരുടെ നിയമനത്തിലാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരുടെ സ്ഥിരം നിയമനത്തിലാണ് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. UGC നിഷ്കർഷിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. സെപ്റ്റംബർ 19 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ നേരിട്ട് താൽക്കാലിക നിയമനം നടത്തിയതിനെ ചോദ്യം ചെയ്താണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയെ കോടതി തിരഞ്ഞെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പട്ടിക സർക്കാരും ഗവർണറും കോടതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാർ വേണമെന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന ഇന്ത്യ ബഹിരാകാശ മേഖലയിലെ നിർണായക ചുവടുവയ്പ്പുകൾക്കായുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി തുടരുകയാണ്. ഒപ്പം പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി.
ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഒഡീഷ തീരത്ത് വെച്ചാണ് പരീക്ഷണം നടന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് എക്സ്പോസ്റ്റ് വഴി ഇക്കാര്യം അറിയിച്ചത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇത്. അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുള്ള ബഹുതല പ്രതിരോധ കവചമാണ് ഇത്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ അതിവേഗ ശത്രുവിമാനങ്ങളും മിസൈലുകളും വരെയുള്ള വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള നിർണായക പരീക്ഷണവും പൂർത്തിയായി. ബംഗാൾ ഉൾക്കടലിന് സമീപം ശ്രീഹരിക്കോട്ടയിലായിരുന്നു ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റിന്റെ പരീക്ഷണം. ISROയും നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ശേഷിയും സുരക്ഷയും സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക ഘട്ടമാണ് ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശ യാത്രികർ ഉൾപ്പെടുന്ന ക്രൂ മോഡ്യൂൾ പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴെ ഇറക്കാൻ കഴിയുമോ എന്നാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ISRO കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മാതൃക പുറത്തിറക്കിയത്. 2028 ആകുമ്പോഴേക്കും ആദ്യ മൊഡ്യൂൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലാണ് ഇവ സ്ഥാപിക്കുക. 2035 ആകുമ്പോഴേക്കും 5 മോഡ്യൂളുകൾ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്തിലെ വിവിധ ഘടകങ്ങളുടെ പഠനത്തിനുള്ള ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാവും BIS പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിജിലൻസ് കോടതി വിധിക്കെതിരെ MR അജിത് കുമാർ നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകുന്നത്. കോടതി ഉത്തരവ് വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണെന്നാണ് അജിത് കുമാറിന്റെ വാദം. സ്വയം അന്വേഷണം നടത്താനുള്ള കാരണങ്ങൾ വസ്തുതാപരമല്ലെന്നും കീഴുദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ചു എന്ന വാദം നിലനിൽക്കില്ല എന്നുമാണ് അജിത് കുമാറിന്റെ വാദം. അന്വേഷണ ഉദ്യോഗസ്ഥന് അതിന് പ്രാപ്തനാണോ എന്ന് നോക്കിയാൽ മതി. ക്രിമിനൽ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായാൽ മതി. നാളെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തിൽ സർക്കാരും അപ്പീൽ നൽകും. കോടതി ഉത്തരവ് വിജിലൻസ് മാനുവലിന് എതിരെയാണ് എന്നാണ് സർക്കാരിന്റെ വാദം. ജമ്മുകശ്മീരിൽ കനത്ത മഴ തുടരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാജസ്ഥാനിലും ഒഡീഷയിലും ഗുജറാത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. രാജസ്ഥാനിലെ ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ 7 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 45-കാരനായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില മാറ്റമില്ലാതെ തുടരുന്നു. മലപ്പുറം സ്വദേശികളായ 47-കാരനും 11-കാരിയും 55-കാരനും കോഴിക്കോട് ജില്ലക്കാരായ 7 വയസ്സുകാരനും 3 മാസം പ്രായമുള്ള കുഞ്ഞും യുവാവും വയനാട് സ്വദേശി 45-കാരനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിനു പുറമെ ഒരാൾ രോഗലക്ഷണങ്ങളോടുകൂടിയും ചികിത്സയിലുണ്ട്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കുഞ്ഞിന് കിണർ വെള്ളത്തിൽ നിന്നും താമരശ്ശേരിയിൽ രോഗം ബാധിച്ച് മരിച്ച പെൺകുട്ടികൾക്കും 7 വയസ്സുകാരൻ സഹോദരനും കുളത്തിൽ നിന്നും രോഗമുണ്ടായെന്നാണ് നിഗമനം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെല്ലാം ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് തിരുവമ്പാടി ബിവറേജസിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീയെ ചവിട്ടി വീഴ്ത്തിയതായി പരാതി. ചവിട്ടി വീഴ്ത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടി ബിവറേജസ് ഭാഗത്തുകൂടി 2 സ്ത്രീകൾ നടന്നു വരുമ്പോൾ എന്തോ വാക്കുതർക്കമുണ്ടാകുന്നതും ഒരാൾ ഓടി വന്ന് ചവിട്ടി വീഴ്ത്തുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. സംഭവത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്.
അമൃത ടിവിയുടെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ ഓണത്തിന് പ്രേക്ഷകർക്കായി ലക്ഷങ്ങളുടെ വമ്പൻ സമ്മാനങ്ങൾ. അത്തം മുതൽ 12 ദിവസം ഓരോ മണിക്കൂറും അമൃത ടിവിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്നവർക്കാണ് സമ്മാനം. അമൃത ടിവി 20ാം ആഘോഷ നിറവിൽ അമൃത ടിവി പ്രേക്ഷകർക്ക് ഈ ഓണം സമ്മാന പെരുമഴയുടേതാണ്. നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള ഓരോ മണിക്കൂറിലും അമൃത ടിവി കാണുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന QR കോഡ് സ്കാൻ ചെയ്തോ വാട്സാപ്പിലോ സ്ക്രീനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം രേഖപ്പെടുത്തുക. ഓരോ മണിക്കൂറിലും തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് സമ്മാനം നൽകും. ഓരോ ദിവസവും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രേക്ഷകന് 1 ലക്ഷം രൂപ മെഗാ സമ്മാനമായി നൽകും. അമൃത ടിവി പ്രേക്ഷകർക്കായി നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ അമൃത ടിവി കാണുന്ന ഓരോ മണിക്കൂറിലും QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് ശരിയുത്തരം അയക്കാവുന്നതാണ്. ഓരോ ദിവസവും കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. കൂടാതെ ഓരോ മണിക്കൂറിലും മറ്റ് നിരവധി സമ്മാനങ്ങളും. അമൃത ടിവി പ്രേക്ഷകർക്ക് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരവും. ഈ ഓണത്തിന് അമൃത ടിവി പ്രേക്ഷകർക്ക് 12 ദിവസങ്ങൾ കൊണ്ട് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഓണം ആഘോഷിക്കൂ അമൃത ടിവിയോടൊപ്പം. ഈ ഓണത്തിന് നമ്മൾ അമൃത ടിവി നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തണമെന്ന സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലം കോർപ്പറേഷൻ. നഗരത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തായി ജനവാസ മേഖലയിൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ അറിവോടെ നിക്ഷേപിക്കുന്നത് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് കോർപ്പറേഷനെതിരെ നടപടി തുടങ്ങി. കൊല്ലം ജില്ലയിൽ ടൗണിന്റെ ഒത്ത നടുവിലായുള്ള സ്ഥലം. മുൻ മേയർ പ്രസന്ന എണസ്റ്റിന്റെ വാർഡായ താമരക്കുളം ഡിവിഷനിൽപ്പെട്ട സ്ഥലം. മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതാകട്ടെ കോർപ്പറേഷനിലെ ജീവനക്കാരും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും കുന്നുകൂടിയതോടെ തെരുവുനായ്ക്കളുടെ ശല്യവും കൂടി. ഇതിനു സമീപത്തായി അങ്കണവാടിയും 20ഓളം കുടുംബങ്ങളുമുണ്ട്. പകർച്ചവ്യാധികളുടെയും ഇഴജന്തുക്കളുടെയും പേടിയിലാണ് ഈ കുടുംബങ്ങൾ. മാലിന്യ കൂമ്പാരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിൽ തെരുവുനായ്ക്കൾ പെറ്റുപെരുകുന്നു. ഇങ്ങോട്ട് വരുന്നതെല്ലാം പുറത്തുള്ള ചവറുകൾ, അങ്ങോട്ട് ഇരുന്ന് റോട്ടിൽ ഇരുന്ന് വരും, ഇങ്ങോട്ട് ഇരുന്ന് വരും. വണ്ടി കണക്ക് കൊണ്ട് തട്ടും അവർ, നേരം വെളുത്ത് ഇരുട്ടുന്നവർ. കോർപ്പറേഷൻകാർ പറയാതെയാണ് അവർ കൊണ്ട് തട്ടുന്നത്. ഈ മഴ സമയത്താവുമ്പോൾ വണ്ടി വന്ന് ഇളക്കി ഇട്ട് തിരിക്കുമ്പോൾ ഇരുട്ടി ഇരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു വാടക ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. സമീപത്തെ കടകളിൽ നിന്നും മറ്റുമാണ് ഇവിടെ മാലിന്യങ്ങൾ ഇടുന്നത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കോർപ്പറേഷനിലെ ജീവനക്കാർ തന്നെയാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്. KSRTC സ്റ്റാൻഡിനായാണ് മുൻപ് ഇവിടം കോർപ്പറേഷൻ ഏറ്റെടുത്തത്. എന്നാൽ ആ പദ്ധതി നടന്നില്ല. നഗരത്തിനു നടുവിലും കോർപ്പറേഷനു സമീപത്തുമായുള്ള ഇവിടം മറ്റു പല പദ്ധതികൾക്കുമായി വിനിയോഗിക്കാം എന്നിരിക്കെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജില്ലാ ആരോഗ്യവകുപ്പ് കോർപ്പറേഷന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന മാലിന്യ കൂമ്പാരം, തെരുവുനായ്ക്കളെ വളർത്തിവിടുന്ന ഇടം, ഇത് രണ്ടുമായി ഇന്നിവിടം മാറിക്കഴിഞ്ഞു. നടപടി സ്വീകരിക്കേണ്ട കൊല്ലം കോർപ്പറേഷന്റെ അനുമതിയോടുകൂടിയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ കുറ്റം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ചേതേശ്വർ പൂജാര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2023 ഓസ്ട്രേലിയക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യയ്ക്കായി കളിച്ചത്. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ് പൂജാര. 2010 ഓസ്ട്രേലിയക്കെതിരെയാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇന്ത്യയ്ക്കായി 103 ടെസ്റ്റിൽ നിന്ന് 43.6 ശരാശരിയിൽ 7195 റൺസ് നേടിയിട്ടുണ്ട്. 206 റൺസാണ് ടെസ്റ്റിലെ ഉയർന്ന സ്കോർ. 19 സെഞ്ചുറിയും 35 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ദ്രാവിഡും ലക്ഷ്മണും വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ മധ്യനിരയിലെ അവിഭാജ്യ ഘടകമായിരുന്നു പൂജാര. ECLൽ നിന്ന് 2 മത്സരങ്ങളാണ്. ഉച്ചയ്ക്ക് 2:30 മുതൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. വൈകിട്ട് 6:45 മുതൽ നടക്കുന്ന മറ്റു മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.